ആൽക്കഹോളിക് ചിക്കൻ. ബ്രാഹ്മണൻ ചിക്കന് ശേഷം ഇതാ നിങ്ങൾക്ക് മുമ്പിലായി ഞാൻ അവതരിപ്പിക്കുന്നു ആൽക്കഹോളിക് ചിക്കൻ. അതെ ഗൈസ്, ഒന്നില്ലെങ്കിൽ ചിക്കൻ ബീർ ഒഴിച്ചുണ്ടാക്കാറുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ വൈൻ ഒഴിച്ചു ഉണ്ടാക്കാറുണ്ട്. ഇന്ന് നമ്മ ഇത് രണ്ടൊഴിച്ചൊരു പൂശാങ്ങടെ പൂശാൻ പോണേ. ഇന്ന് ഞാൻ ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും ഗൈസ്. നമ്മ ഇന്ന് ഓവനിലാണ് പരിപാടി നടത്താൻ പോണം. അതുകൊണ്ട് ഓവനിൽ വെക്കാൻ പറ്റിയ പാത്രം തന്നെ വേണോട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ കൂട്ടൻ അങ്ങനെ എടുത്ത് വെക്കാം. 2 വരയിട്ട ശേഷം കാച്ചം കൂച്ചും കട കുത്തിക്കോ, ഒന്നും നോക്കണ്ട. ഇനി നമ്മ മലയാളികളുടെ തനി സ്വഭാവം പുറത്തു വരണം. ഇഞ്ചിപ്പൊടി, വെളുത്തുള്ളിപ്പൊടി, പാപ്രിക്ക, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി കൂട്ടി കുറച്ച് ഉലുവയും കൂടി ഒഴിച്ചൊരു പിടുത്തം അങ്ങനെ പിടിച്ചാണ്ടല്ല എല്ലായിടത്തും മസാല പിടിക്കും, വേറൊന്നും സംഭവിക്കൂല. വേണമെങ്കിൽ ഭംഗിക്ക് കുറച്ച് സവാളയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പൊള്ളിയായിരിക്കുള്ളൂ. ഇനി നമ്മുടെ ട്വിസ്റ്റ് പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നു ഗൈസ്. ആദ്യം നമ്മുടെ ബീർ കൂട്ടൻ അങ്ങോട്ട് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വൈൻ കൂട്ടൻ അങ്ങോട്ട് ഒഴിക്കുക. ഇത് രണ്ടും സമാസമം ഒഴിച്ച ശേഷം നേരെ ഓവനിലോട്ട് അങ്ങോട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഓവൻ അങ്ങോട്ട് അടക്കാം. കുറച്ച് കഴിഞ്ഞ് തുറക്കുമ്പോണ്ടല്ലോ ഒരു മണ്ണം അങ്ങോട്ട് അടിക്കും. എന്റെ പൊന്നു സാറേ. പിന്നെ ഇടക്കിടക്ക് ബീറും വൈൻ ഇങ്ങനെ ഇട്ടപ്പെട്ട് ഒഴിച്ചു കൊടുക്കാം. വല്ലപ്പോഴും വന്ന് കരിയനുണ്ടാ മൂട്ടി പിടിക്കണ്ടാന്നൊക്കെ ഒന്ന് നോക്കണോട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇത് ഇതായിരിക്കുള്ള അവസ്ഥ. ഓഫീസിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്താണ് ഗൈസ്. ചിക്കന്റെ കുത്തമ്പിനാറ് വരെയും കരിഞ്ഞു പോയി. അപ്പൊ ഞാൻ പോണു. ചൂസ്.